എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തണുപ്പുകാലമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഹെന്ന ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ളവർ, എനിക്കാണെങ്കിൽ നല്ല കോൾഡും അലർജിയും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ, ഹെന്നയുടെ കളർ കൂടുതൽ നിൽക്കാനും ഡാർക്കായിട്ട് കിട്ടാനായിട്ടും ഒക്കെ നമുക്കൊരു അരമണിക്കൂറും കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഹെന്നയുടെ കളറ് ഡാർക്കായിട്ട് കിട്ടത്തക്ക രീതിയിൽ ഒരു പാക്ക് ഉണ്ടായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞു ഞാൻ ഇട്ടിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഭയങ്കര തണുപ്പിൻ്റെ സീസൺ അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇതിലേക്ക് ഫുള്ളായിട്ട് എനിക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ നമുക്ക് ഹെന്ന ഇട്ടിട്ട് ഒരു 2 മണിക്കൂറൊക്കെ വെച്ചാലല്ലേ നല്ല കളർ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ അരമണിക്കൂറും കൊണ്ട് നമുക്ക് അതിന് ശേഷം ഇടയ്ക്കൊരു പാക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഈ തണുപ്പുകാലം അങ്ങ് കഴിയുന്നതോടെ വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ആ പാക്ക് ഉണ്ടാക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നെല്ലിക്കാപ്പൊടി നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പച്ച നെല്ലിക്ക വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇട്ടിട്ട് നമുക്ക് ഉണക്കിയെടുത്തിട്ട് അത് പൊടിച്ചു വെച്ചാലും മതി. ഇതിപ്പോൾ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത്, അപ്പോൾ നെല്ലിക്കാപ്പൊടി ഞാനൊരു 2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു 4 സ്പൂണ് മൈലാഞ്ചിപ്പൊടി വേണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈലാഞ്ചിപ്പൊടി ഇതാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഹെന്ന പൗഡർ ഉപയോഗിക്കണമെന്നുള്ളത്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനാണ്, നുബൂറിൻ്റെ ഈ ഹെന്ന പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും ഒരു 4 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത്, ഇത് ഞാൻ ഇന്നലെ രാവിലെ കഞ്ഞി വെച്ച് ഊറ്റിയ വെള്ളമാണ്. അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അതിൻ്റെ തെളി ഒന്ന് നന്നായിട്ട് ഊറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഊറി വന്ന തെളി ഞാൻ ഊറ്റിക്കളഞ്ഞു. എന്നിട്ട് അതിൻ്റെ മട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിത് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് കട്ട പിടിക്കാതെ ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം നമ്മളിത് തലേന്ന് മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഒരു 1 അവർ മാത്രമേ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേശ്ശെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കട്ട പിടിച്ചിരിക്കും. ഇപ്പം നമ്മൾ രാത്രിയിലൊക്കെ ഓവർനൈറ്റ് വെക്കണ സമയത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് അവിടെ ഇരുന്ന് കുതിർന്ന് പതുക്കെ രാവിലെ ആകുമ്പോഴത്തേട്ടും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വന്നോളും. ഇതിപ്പോൾ നമുക്ക് ഒരു 1 അവറൊക്കെ നമ്മളിത് വെക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ആണി ഇട്ട് വെക്കുന്നുണ്ട്, ഇരുമ്പാണി. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ചട്ടിയിൽ കുഴച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പം ഞാൻ 2 ഇരുമ്പിൻ്റെ ആണിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു മണിക്കൂർ നേരം ഒന്ന് അടച്ച് വെക്കണം. കാരണം 1 മണിക്കൂർ നേരം അടച്ച് വെക്കണേ എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ആ നെല്ലിക്കാപ്പൊടിയും മൈലാഞ്ചിപ്പൊടിയൊക്കെ ഉണങ്ങിയതല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ, അതിൻ്റെ സത്തെല്ലാം കൂടി ഒന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 1 അവർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ ഇരുമ്പൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരുപാട് അങ്ങ് കളറ് ബ്ലാക്ക് ആയിട്ട് വന്നിട്ടില്ല. കാരണം നമ്മൾ 1 മണിക്കൂറൊക്കെ അല്ലേ വെച്ചിട്ടുള്ളൂ. എങ്കിലും ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് യോക്കും കൂടി ചേർക്കാം കേട്ടോ. വളരെ നല്ലതാണ് യോക്കും കൂടെ ചേർത്തിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്യണത്. ഞാൻ സാധാരണ ഓവർനൈറ്റ് ഒക്കെ വെക്കണ ഹെന്നയുടെ കൂട്ടത്തിൽ ഫുള്ള് എഗ്ഗ് അടിച്ച് ചേർത്തിട്ടാണ് തേക്കാറ്. ഇതിപ്പോൾ ഞാനിവിടെ വൈറ്റ് മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പലരും മൈലാഞ്ചി തലയിലോട്ട് തേക്കുമ്പോൾ അവർക്ക് എഗ്ഗ് ആഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവർക്ക് സ്മെല്ലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ ഹെന്നയുടെ കൂട്ടത്തിൽ എഗ്ഗ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അധികം സ്മെല്ല് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ തന്നെയല്ല, ഹെന്നയും ഇതൊക്കെ നമ്മൾ സാധാരണ ഹെന്നയും ചായപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതുപോലെ നമ്മുടെ നെല്ലിക്കാപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ മുടിയും സ്കാൽപ്പൊക്കെ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്ഗ് വൈറ്റോ അല്ലെങ്കിൽ എഗ്ഗ് ഫുള്ളായിട്ടോ ഒക്കെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എഗ്ഗ് നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയൊക്കെ സ്മൂത്ത് ആക്കാനും സിൽക്കി ആക്കാനും ഒക്കെ അത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 10 ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണയും ഉപയോഗിക്കുക എന്നുള്ളത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഹെന്ന പാക്ക് അല്ലാതെ വേറെ പാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ ഒരു 2 സ്പൂണോ ഒക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സ്കാൽപ്പിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഹെന്ന ആയതുകൊണ്ട് നമുക്ക് കളറും കൂടെ പിടിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ ഒരു 10 ഡ്രോപ്പ് വെളിച്ചെണ്ണ
വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ തലയിലേക്ക്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. കാരണം ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും തന്നെ പറയാറുള്ള കാര്യമാണ്, നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ആകാനും നമ്മൾ ഉപയോഗിക്കുന്ന പാക്കിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കിട്ടാനും അത് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ മസാജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ഹെയർ കുറേ വൈറ്റും കൂടി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ഹെന്ന അപ്ലൈ ചെയ്തിട്ട്. അപ്പം തണുപ്പ് കാലത്ത് എനിക്ക് പ്രത്യേകിച്ച് അലർജിയൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഫുള്ള് ഇട്ട് 2 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേട്ടും എനിക്ക് പിറ്റേ ദിവസം പനി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റൂട്ട് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചീവി നമ്മുടെ തലയിലെ ജടയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട് പാക്ക് അപ്ലൈ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ റൗണ്ടായിട്ടൊന്നും കെട്ടി വെക്കുന്നില്ല, കാരണം ഞാനൊരു ഹാഫ് ആൻ അവർ മാത്രമേ ഇത് വെക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈഡിലേക്ക് 2 സൈഡിലേക്കും മുടി എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് സെക്ഷനായിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ നരച്ച എന്തോരം നരച്ചിട്ടുണ്ട് ആ നരച്ച് അത്രയും ലെങ്ത്തിൽ മുടിയിലേക്ക് പറ്റത്തക്ക രീതിയിലും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് പറ്റത്തക്ക രീതിയിലുമാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ 2 വശത്തേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത മുടി ശകലം ഒന്ന് പിരിച്ചൊന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ വശത്തുനിന്ന് സെക്ഷൻ എടുക്കാൻ നേരത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ചെവിയുടെ പുറകെ ഭാഗത്തേക്കൊക്കെ പരട്ടണ സമയത്ത് ചെവി ഒന്ന് നന്നായിട്ടൊന്ന് മറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും പുറകിലേക്കും എല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി വന്ന പാക്ക് നമുക്ക് നന്നായിട്ട് ഈ ഫ്രണ്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇച്ചിരി നന്നായിട്ട് ഇറക്കി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ഈ ഫ്രണ്ട് വശത്തെ മുടിയുടെ കളറായിരിക്കും ഏറ്റവും വേഗം പോകുന്നത്. കാരണം നമ്മൾ മുഖമൊക്കെ എപ്പോഴും കഴുകുകയൊക്കെ ചെയ്യണത് കൊണ്ട് തന്നെ, ക്രീം പരട്ടുകയും മുഖം കഴുകുകയൊക്കെ ചെയ്യണത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ ഇറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അതിന് ശേഷം അരമണിക്കൂറാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം ഇതുകൊണ്ട് മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുമുണ്ട്. അതുപോലെ തന്നെ മുടിയിലേക്ക് അത്യാവശ്യം കളറും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് കുഴപ്പമില്ല, ഇത്രയും കളറായിട്ട് നമുക്കൊന്ന് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ആ നരച്ച മുടിയുടെ കളർ അങ്ങ് മാറിക്കോളും. അപ്പോൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കോൾഡും അലർജിയൊക്കെ ഉള്ളവർ ഫുള്ളായിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി, നന്നായിട്ട് കളർ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് കളർ കിട്ടാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും തന്നെ ഹെന്ന ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബർഗൻഡി കളർ തന്നെ കിട്ടും. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് എൻ്റെ മുടി എവിടെ നിന്നാണ് കളർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ കളർ ചെയ്തതല്ല, ഞാൻ റെഗുലറായിട്ട് ഞാൻ ഹെന്ന ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ മുടിക്ക് ഇത്രയും നല്ല കളർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ നോർമലായിട്ട് ഹെന്ന ചെയ്യാറുള്ള ഹെന്ന. ഇത് ഞാൻ ഓവർനൈറ്റ് കലക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഡാർക്ക് ബർഗൻഡി കളർ തന്നെ നമുക്ക് കിട്ടും ഓവർനൈറ്റ് കുഴച്ച് വെച്ചിട്ട്. ഇതിപ്പോൾ എനിക്ക് അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഈ തണുപ്പ് കാലം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1 അവർ കുഴച്ച് വെച്ചിട്ട് ഇടുന്ന രീതിയാണ് നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ വേറെ പ്രശ്നങ്ങൾ അലർജി ഒന്നും ഇല്ലാത്തവർ ഇതുപോലെ തന്നെ ഒരു 1 അവറൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് നല്ല കളർ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.